ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് മോൺസിന കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അഗൽവീരിൻ്റെ 11-ാം തീയതി നടന്ന ഒരു സ്റ്റാഫ് ടൂറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ കാന്തല്ലൂർ മറയൂർ പറഞ്ഞ സ്ഥലത്തേക്കാണ് യാത്ര ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലത്തെ കുറച്ച് നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല എന്നും നമുക്ക് ആ ഒരു അനുഭവം ഓർമ്മയിൽ തങ്ങി നിൽക്കാനുള്ളൊരു വഴി കൂടിയാണല്ലോ ഇങ്ങനെയുള്ള ഓരോ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പോയ സ്ഥലങ്ങളെല്ലാം മാക്സിമം ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ ഇടുന്നില്ല, 2 പാർട്ടോ 3 പാർട്ടായിട്ട് ഇടാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണുള്ള കാര്യങ്ങളെന്നുള്ളത് നോക്കാം. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു 5-5:15 യാത്ര സ്റ്റാർട്ട് ചെയ്തത് മോൺസിന സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള ട്രാവൽസ് കോട്ടായിൽ പറഞ്ഞ ട്രാവൽസാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 45 പേരോളം അടങ്ങുന്ന ഒരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു 5:15 കൂടിയുള്ള യാത്ര പിന്നെ എങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ കഴിഞ്ഞെത്തിയതും പോയ സ്ഥലങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ ആ ഒരു ഭാഗം വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ മറക്കാതെ തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ആ ഒരു സമയത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഏകദേശം വെളിച്ചമായി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ മാസ് എൻട്രിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നീട് അങ്ങനെയേ നമ്മളത് യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം തമിഴ്നാട് ബോർഡറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അവിടുത്തെ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ പാലക്കാടൻ കാറ്റ് കഴിഞ്ഞ് തമിഴ് കാറ്റടിക്കുമ്പോഴുള്ള വ്യത്യാസങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ കാണാൻ. നല്ല ഹൈവേ കൂടെ അടിപൊളിയായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 സൈഡും ധാരാളം കൃഷിസ്ഥലങ്ങളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അത് മെജോറിറ്റിയും തെങ്ങായിരുന്നു ഉണ്ടായിരുന്നത്. തെങ്ങിൻ തോപ്പുകൾ ധാരാളം ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ജസ്റ്റ് ഇങ്ങനെ ഇതിലൂടെ കണ്ടുപോകുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് പിന്നെ കണ്ട നമ്മുടെ വിൻഡ് മില്ലുകൾ. അവിടുത്തെ ഒരു പ്രത്യേകതയാണല്ലോ. അങ്ങനെ അപ്പോൾ ഒരുപാട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തും എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് അറിഞ്ഞ് നമ്മളിപ്പോഴും വീഡിയോ അങ്ങനെ ഓണാക്കി വെച്ചിരിക്കുമല്ലോ. പെട്ടെന്ന് അതിങ്ങനെ തുടങ്ങുമ്പോഴായിരിക്കും വീഡിയോ ഓണാക്കാൻ തുടങ്ങുക. അപ്പോൾ മുഴുവനായിട്ടും നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാക്സിമം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഫുൾ ടൈം വീഡിയോ ഓണാക്കി വെക്കുമ്പോൾ മാത്രമേ നമുക്കിതെല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതെന്തായാലും നമുക്ക് സാധിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. എന്നാലും കുറച്ച് ഈ വിൻഡ് മില്ലൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി. പിന്നെ ആദ്യത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് മാത്രം ഒന്നാണ് നമ്മളെടുത്തത്. അതിങ്ങനെ അടുപ്പിച്ച് കുറച്ചിങ്ങനെ നല്ല നല്ല ഓരോന്നിൻ്റെ അടുത്തെത്തുമ്പോൾ വിചാരിക്കും അടുത്തതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഈ അടുത്തത് കളയും. അങ്ങനെ ചിലവിടെ എത്തുമ്പോൾ നല്ല രീതിയിൽ വലുതായിട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ അതായിരിക്കും നോക്കുക. പിന്നെ ബസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാട്ടും മേളമൊക്കെ ആയിരുന്നു. ഇനി അതും കൂടി കുറച്ച് ഞാൻ ഇട്ടുണ്ട് കേട്ടോ.
ஆடுவேன். அதுக்கு ஒரு அடிய போட்டு விடுவோம். അങ്ങനെ ഞങ്ങൾ പാട്ടും മേളമൊക്കെ ആയിട്ട് തളർന്നിരിക്കുമ്പോഴാണ് രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വഴിയോരത്ത് കണ്ട ഒരു കടയിൽ നിർത്തിയത് കേട്ടോ. അപ്പോൾ വാഷ്റൂമിലൊക്കെ പോയിട്ടൊന്ന് ഫ്രഷ് ആവേണ്ട ആൾക്കാർക്ക് അതും ചെയ്യാം. നല്ല ചൂട് ചായയും അല്ലെങ്കിൽ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കുട്ടികളും കുറച്ച് പേര് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട കുറച്ച് സ്നാക്സും കാര്യങ്ങളും ബേക്കറി ഐറ്റംസും ഒക്കെ വാങ്ങാനും കൂടിയിട്ട് അവിടെ വണ്ടി നിർത്തി. അപ്പോൾ എല്ലാവരും രാവിലത്തെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ചായ കുടിക്കലും വാഷ്റൂം പോക്കും അതൊക്കെ ചെയ്ത് ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി അങ്ങോട്ട് നമ്മൾ ശരിക്കും ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. എവിടെയൊക്കെയാണ് എടുക്കേണ്ടതെന്നൊന്നും അറിയുന്നില്ല. കാരണം കുറച്ച് നമ്മളിപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആ ഭാഗമൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് വശത്തും നല്ല കാട് തന്നെയാണ്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് എന്താണ് നമ്മൾ പാട്ടൊക്കെ ഒന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റേഞ്ചൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കരോക്കെയൊക്കെ നിർത്തി വെച്ചിട്ട് പിന്നെ സ്വയം പാടലായി കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. രണ്ട് സൈഡിലും നമുക്ക് പറയാനുള്ളത് പച്ചപ്പ് ധാരാളം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല മലനിരകൾ, അത്യാവശ്യം മഞ്ഞ് മൂടിയിട്ടുള്ളൊരു കാലാവസ്ഥ, അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുഴുവനായിട്ട് നമുക്കൊരു യാത്ര ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എങ്കിലും ചില ഭാഗം എത്തുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നല്ലൊരു രസം തോന്നും. ഞാൻ പറഞ്ഞ പോലെ ബസ്സിലായതുകൊണ്ടും സ്പീഡായതുകൊണ്ടും നമ്മളിപ്പം ക്യാമറ ഫുൾ ടൈം ഓണാക്കി വെക്കാത്തത് കൊണ്ടൊക്കെ പെട്ടെന്ന് ചില സീനുകളൊക്കെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ട്. എന്നാലും നല്ല നല്ല അരുവികൾ ഒഴുകി വരുന്നത് ഇവിടെയൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നല്ല മലനിരകളും അതേപോലെ നല്ല ആഴത്തിലേക്കാണ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മളപ്പോൾ അത്രയും ഹൈറ്റിലെത്തിയെന്ന് വേണം വിചാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ സീ ലെവലിൽ നിന്ന് 5000 മീറ്റർ മുകളിലാണ് ഈ മറയൂർ പറഞ്ഞ സ്ഥലം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു ചുരം കടന്നു പോകുന്ന ഒരവസ്ഥ, ഹെയർ പിൻ വളവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ മൂവ് ചെയ്ത് ഓരോ ഭാഗത്തു കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും പിന്നെ ഏകദേശം കുറച്ച് ഭാഗത്ത് മാത്രമാണ് ആ ഒരു ഫോറസ്റ്റ് ഏരിയ കടന്നപ്പം ചെറിയ രീതിയിൽ ഒരു ടൗൺ എന്ന് പറയാം നമുക്ക്, അത്ര മാത്രമേ ഉള്ളൂ. ചെറിയ സൗകര്യങ്ങളുള്ള ഭാഗങ്ങൾ മാത്രമാണ് രണ്ട് സൈഡിലും കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുമ്പം അവർക്ക് വേറെ വല്ല അത്യാവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ഇത്രയും താഴോട്ട് വരേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ്സിലെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നമുക്ക് മനസ്സിലായത് മെല്ലെ ഹെയർ പിൻ വളവുകളിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ചില ആളുകൾക്കൊക്കെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പക്ഷേ ഞങ്ങളുടെ ബസ്സിലാർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടായില്ല. അതുതന്നെ വലിയൊരു കാര്യമാണല്ലോ. കാരണം യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ആർക്കെങ്കിലും തീരെ വയ്യാതെ വരുന്നൊരവസ്ഥ എന്ന് പറയുമ്പം അതെല്ലാവർക്കും ഒരു വിഷമമാണല്ലോ. അപ്പോൾ അങ്ങനത്തേതായ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്ക് ഫേസ് ചെയ്യുന്നതായിട്ട് വന്നിട്ടില്ല. ഇങ്ങനെ ഓരോ ഭാഗത്തോടും മെല്ലെ നമ്മൾ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ വളവ് കഴിഞ്ഞിങ്ങനെ പോകുന്തോറും നമ്മൾ ഹൈറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു
കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രകൃതിയുടെ ഭംഗി എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആസ്വദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള യാത്രകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം നാട്ടിൻപുറങ്ങളിൽ കണ്ടവരും അല്ലെങ്കിൽ അവിടെയൊക്കെ വളർന്നവരും തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ ചുറ്റും തന്നെ ധാരാളം ഇതേപോലെ മലനിരകളും പുഴകളും അരുവികളും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയായിരിക്കാം. എന്നാലും ഇങ്ങനെയൊക്കെ പോയി കാണുമ്പോൾ അതിനൊരു ഭംഗി വേറെ തന്നെയല്ലേ. അതും നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ. ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റിലുള്ള മലകളും ഒപ്പം തന്നെ അത്രയ്ക്ക് താഴ്ചയ്ക്കുള്ള അരുവികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ രണ്ട് സൈഡിലും വന്യമൃഗങ്ങളെ അധികം കാണുന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും കണ്ടില്ല. ആകെ നമ്മൾ കുരങ്ങിനെ മാത്രമേ അവിടെ കണ്ടുള്ളൂ. വരുന്ന വഴിയിൽ കാട്ടുപോത്ത് ഉണ്ടായിരുന്നോ എന്നൊരു സംശയം അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് വന്യജീവികളൊന്നും കാണേണ്ട ഒരവസരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരേപോലെ ചിലപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ഇതെല്ലാം ഒരേപോലെ തന്നെയുള്ള ഭാഗങ്ങളാണ് എന്നുള്ളത്. പക്ഷെ അല്ല കേട്ടോ. ഓരോ വളവ് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് പോകുന്തോറുമുള്ള കാഴ്ചകൾ തന്നെയാണ്. ഇപ്പോൾ താഴെ ഒരു ലോറിയൊക്കെ നിങ്ങൾക്ക് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അത്രയും ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വളവ് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള കാഴ്ചകൾ തന്നെയാണ് അതിൽ മാക്സിമം കാണിച്ചിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ യാത്രയിലൂടെ തന്നെയല്ലേ പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല എത്രത്തോളം ഹൈറ്റിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കത് കാണുമ്പോൾ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ആ ഒരു വളവുകൾ വരുന്ന സമയത്ത് നമ്മുടെ ബസ്സിന് ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങനെ കയറി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ആദ്യം അവിടെ ചെന്ന് നിർത്തി പിന്നെ ബാക്ക് അടിച്ച് പിന്നെ വളഞ്ഞെടുത്ത് അങ്ങനെയാണല്ലോ അത് പോവുക. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം ഇവിടെ ഒരു ഹോട്ടലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഭക്ഷണത്തിനുള്ള തിരക്കിലാണ്. ഏകദേശം ഒരു 10-10:15 കൂടിയാണ് ഞങ്ങൾ മറയൂർ ടൗണിലെത്തിയത്. അവിടെ തൊട്ടടുത്തുള്ള ഹോട്ടൽ തന്നെയായിരുന്നു. നമുക്ക് രാവിലെ ഭക്ഷണം എന്ന് പറയുന്നത് പൊറോട്ട ഉണ്ടായിരുന്നു, ഊത്തപ്പം ഉണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു, പൊറോട്ടയ്ക്ക് മുട്ടക്കറി, കടലക്കറി, പിന്നെ ചട്നി, സാമ്പാർ, പിന്നെ പൂരിക്കുള്ള സബ്ജി അല്ലെങ്കിൽ എന്താ പറയുക മസാല, പൂരി മസാലയുടെ കറി അതൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. അപ്പോൾ എല്ലാവരും പിന്നെ പാട്ട് പാടിയും കളിച്ചൊക്കെ ക്ഷീണിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ആവേശത്തിലായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം സമയം 10-10:15 ആവുകയും ചെയ്തു. നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു യാത്രയും. അപ്പോൾ അതിൻ്റെ ഒരു ലാഗ് ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അവിടുന്ന് ജീപ്പിലാണ് യാത്ര തുടർന്നത്. അപ്പോൾ വന്ന ആ ഒരു ഹോട്ടലിൻ്റെ അവിടെ തന്നെ നമ്മൾ ബസ് നിർത്തിയിട്ടിട്ട് അവിടുന്ന് ഒരു 5-6 ജീപ്പുകളിലായിട്ടാണ്, ഒരു ജീപ്പിൽ 8 പേര് ഇരിക്കുന്ന രീതിയിലായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ആ ഒരു ജീപ്പ് യാത്രയിലൂടെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി കണ്ടത്. അപ്പോൾ ആ ഒരു യാത്രയും ഇതേപോലത്തേക്കുള്ള അനുഭവങ്ങൾ തന്നെയായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ എന്ന് പറയുന്ന ഒരു സംഭവമേ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാനുള്ളൊരു പ്രത്യേകത. കാരണം നട്ടു ഉച്ചയ്ക്ക് ഞങ്ങൾ പോയി ഒരു 1:30-2 മണിക്ക് പോകുമ്പോഴും അവിടെ മഞ്ഞ് വീഴുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കാലാവസ്ഥ പറയുകയാണെന്ന് വെച്ചാൽ നല്ല കിടിലൻ കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ സൈഡിലുള്ള കുറച്ച് വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൂടിയാണ് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഏൽപ്പിച്ച ഒരു 5-6 ജീപ്പുകൾ ഒറ്റയടിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജീപ്പിൽ വരുന്നതിനോടൊപ്പം തന്നെ സൈഡിലുള്ള വ്യൂസും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രാവൽസുകാർ നമുക്ക് ഓൾറെഡി ഏതൊക്കെയാണ് സൈറ്റ് സീയിങ് ഏരിയാസ് എന്നൊക്കെ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവിടെ ഒരു സ്ട്രോബെറി ഫാം ഉണ്ട്. ചെറിയ രീതിയിലൊക്കെ ഉള്ള സ്ട്രോബെറി ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. വലിയൊരു തോട്ടം എന്ന് പറയാനൊന്നുമില്ല, എങ്കിലും അതൊരു കാണാത്ത ആളുകളെ സംബന്ധിച്ചോളം അതൊരു രസമുള്ള കാഴ്ച തന്നെയാണ്. അപ്പം നമ്മൾ ആ ഒരു സ്ട്രോബെറി ഫാമിലോട്ടാണ് ആദ്യം പോകുന്നത്. അതിന് ശേഷം നമുക്ക് ഭ്രമരത്ത് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പോയിൻറ്റും അവിടുത്തെ സൈറ്റ് സീയിങ്ങും ഒക്കെയാണ് നെക്സ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ കീഴാന്തൂർ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു, എരച്ചിൽപ്പാറ, പിന്നെ മുരുകൻമല, മുനിയറ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പിന്നെ മറയൂർ ശർക്കര പ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം കുറച്ച് സ്ഥലങ്ങൾ തന്നെയായിരുന്നു. വാട്ടർഫോൾസൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതെ വയ്യ. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ കൊടുക്കുന്ന ആൾക്കാരൊക്കെ വെള്ളത്തിൽ കിടന്ന് ആർമാദിച്ചിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വരുന്ന സമയത്ത് 2 സൈഡിലും കുറേ മരങ്ങൾ, വാഗമണ്ണിലൊക്കെ കാണുന്ന ഒരേ പ്രതീതി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ സ്ട്രോബെറി തോട്ടത്തിലെത്തിയിട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു തോട്ടം ഏക്കർ കണക്കിന് അങ്ങനെയൊന്നുമല്ല, ഉള്ള കുറച്ച് സ്ഥലത്ത് നമ്മളൊന്നും കണ്ടിട്ടില്ല, സ്ട്രോബെറിയുടെ കൃഷി എങ്ങനെയാണെന്നൊന്നും കണ്ടിട്ടില്ല.
അതുകൊണ്ട് നമുക്കൊരു പുതിയ അനുഭവം എന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ ഈ മണ്ണിൽ നട്ട് ഉണ്ടാക്കുന്ന പയറിൻ്റെയൊക്കെ നമ്മൾ പറയും പാത്തി മാടിയിട്ടുള്ള ഒരു കൃഷി രീതി, അതേപോലെ ഓരോ പാത്തികളായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്തോ കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്, അങ്ങനെ ആ ചെടി മുളച്ച് വരുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ പോയ സമയത്ത് എന്താ വെച്ചാൽ സ്ട്രോബെറി ഒന്നും പറിക്കാറായതോ അല്ല അതിൻ്റെ കുറച്ച് വലുതായിട്ടുള്ള ചെടികൾ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു അത് സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, വിത്താണോ തൈയാണോ എന്ന് അറിയില്ല, അത് ജസ്റ്റ് മുളച്ച് വന്നിക്കുന്ന ഒരു പ്രായത്തിലുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ അവിടെ തന്നെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്, സ്ട്രോബെറി വേണമെങ്കിൽ നമുക്ക് വാങ്ങുകയും ചെയ്യാം. ഈ കാണുന്ന ഒരു ഏരിയ മാത്രമാണ് കേട്ടോ, അത്രയേ ഉള്ളൂ. പക്ഷേ അത് ഒരു ടോപ്പിലേക്ക് നിന്നെടുക്കുമ്പം അവിടെയും ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങോട്ട് എത്തിയ ഉടനെ വല്ല കോഴിക്കൂട്ടത്ത് കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നു വിട്ട അവസ്ഥയായിരുന്നു ഞങ്ങളുടെ. 4 പുറം ഓടി നടന്ന് എവിടെ നിന്നിട്ടാണ് സെൽഫി എടുക്കേണ്ടതെന്ന് അറിയണില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ടത് അറിയണില്ല. അപ്പോൾ എല്ലാവരും 4 പുറത്തും പോയിട്ട് അവനവന് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം എൻജോയ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ ഒപ്പം നിന്നുള്ള ഫോട്ടോസും, ഒരാൾ എന്നല്ല കേട്ടോ, എല്ലാവരുടെയും ഒപ്പം തന്നെ നമ്മളിങ്ങനെ മിങ്കിൾ ചെയ്ത് എവിടെയാണ് നമുക്ക് ഒഴിവ് കിട്ടുന്നത് വെച്ചാൽ അവിടെ എല്ലാം ചാടി കയറി ഫോട്ടോസിന് പോസ് ചെയ്യലായിരുന്നു പണി ഉണ്ടായിരുന്നത്. കുറേ റീൽസ് എടുത്തിട്ടും അങ്ങനെയൊക്കെ നല്ലൊരു രസമായിട്ട് ഞങ്ങൾ ആ സ്ട്രോബെറി ഫാം ഒന്ന് കവർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരൊറ്റ റൗണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫാം എന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ. അവിടുന്ന് കുറച്ചൊന്ന് ഹൈറ്റിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു പാറ പോലത്തെ ഒരു സ്ഥലം കൂടിയുണ്ട്, ജസ്റ്റ് ഒന്ന് ആ കാണുന്ന ദൂരത്തുള്ള, അത്രയേ ഉള്ളൂ. അവിടെ നിന്നും കുറേ പേരൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ ആളുകൾ എടുക്കുമ്പോഴും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി തന്നെയല്ലേ, ചിലപ്പോൾ നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അവിടുന്ന് അങ്ങനെ വീണ്ടും ഞങ്ങൾ ജീപ്പിൽ യാത്ര തുടർന്നിട്ട് ഇപ്പോൾ എത്തിയതാണ് ഭ്രമരം സിനിമയുടെ ആ ഷൂട്ടിംഗ് നടന്ന ഒരു പോയിന്റിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീപ്പുകൾ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ചിങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നൊരു സ്ഥലം പോലെ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് കണ്ടത്. പിന്നെ 2 ഏറുമാടങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം. ഇതായിരുന്നു ഒരു ഭാഗത്തുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. അവിടുന്ന് കുറച്ച് തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറയുടെ മുകളിൽ ഇപ്പോൾ ഈ കണ്ട ചെറിയൊരു പുല്ലൊക്കെ ഇല്ലേ, പുൽത്തൈലത്തിൻ്റെ നല്ല മണമായിരുന്നു കേട്ടോ. നമ്മൾ ആ പുല്ല് വെറുതെ പൊട്ടിച്ച് കയ്യിലിങ്ങനെ നന്നായിട്ട് കശക്കി എടുക്കുമ്പോൾ നല്ലൊരു പുൽത്തൈലത്തിൻ്റെ മണമായിരുന്നു നമുക്കവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതൊക്കെ തന്നെയാണ് കേട്ടോ അവിടുത്തെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത്. ഒരുപാട് മലനിരകളും പിന്നെ താഴ്വരകളും, അത് മഞ്ഞ് മൂടി കിടക്കുമ്പോൾ അത് കാണാനുള്ളൊരു ഭംഗി തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചവിടുന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് ഒരു ഷൂട്ടിംഗ് പോയിന്റിലൊക്കെ പോയി. വലിയൊരു പാറക്കെട്ടൊക്കെ ആയിരുന്നു ആ സിനിമയിൽ മോഹൻലാൽ ജീപ്പ് ഓടിച്ച് വന്ന് നിൽക്കുന്ന ഒരു ഭാഗം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു പാറയുടെ പോലത്തെ ഭാഗമൊക്കെ ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ ആ റൗണ്ട് കഴിഞ്ഞ് തിരിച്ച് വന്ന ഭാഗത്തേക്ക് തന്നെ എത്തിയപ്പോൾ അവിടെ ചെറുതായിട്ട് ഇതേപോലെ തന്നെ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, തുണി കൊണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിമയുടെ അവിടെ തന്നെ ഇതിൻ്റെ ചെറിയ സെയിൽസൊക്കെ നടക്കുന്ന ഒരു കട കൂടിയുണ്ട്. പിന്നെ ഈ ഒരു ജീപ്പ് നിർത്തിയ ഭാഗത്ത് തന്നെ ചെറിയ ഒരു ഷോപ്പ് അവിടെ ഉണ്ട്. കാരണം അവിടെ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ സ്നാക്സ് അല്ലെങ്കിൽ വെള്ളം കുടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ആളുകൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം തന്നെയാണ് ചെറിയൊരു കട. അത്രയും നമുക്ക് പറയാനുള്ളൂ. നമുക്ക് പെട്ടെന്ന് വല്ല ആവശ്യങ്ങൾക്കുള്ള ടീ, സ്നാക്സ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമുള്ളതാണ് കേട്ടോ. ഇതാണ് ഒരു ഏറുമാടം ഉണ്ടായിരുന്നത്. നേരത്തെ ഒന്ന് കാണിച്ചു, ഇതൊന്ന് കാണിച്ചു, അങ്ങനെ 2 എണ്ണമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ പല ഭാഗത്തു നിന്ന് ആളുകൾ വന്നതുകൊണ്ട് നമുക്കിതൊന്നും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 7 പേര് വരെയാണ് ഈ ഒരു ഭാഗത്ത് കയറാവുള്ളൂ എന്ന് അവർ പ്രത്യേകിച്ച് വാർണിംഗ് ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും അതിൽ കയറിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഒഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ടീമിലത്തെ ആളുകളൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവൾ കരഞ്ഞേടിക്കൂല മുറ്റമായി
ഇനിയാണ് അടുത്ത ടാസ്ക് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഷൂട്ടിംഗ് പോയിന്റ് ആദ്യം നമ്മൾ സ്ട്രോബെറി തോട്ടത്ത് പോയി, അത് കഴിഞ്ഞിട്ട് ആ ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റ് പോയി, ഇനി കീഴാന്തൂർ വാട്ടർഫോൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീപ്പിൽ റോഡ് സൈഡിൽ അത് നിർത്തിയതിന് ശേഷം ദാ ഇങ്ങനെ ഒരു വഴിയാണ് കേട്ടോ. വഴി എന്ന് പറഞ്ഞാൽ കാട്ടുവഴി, കാട്ടുപാത എന്ന് പറയില്ലേ. കാരണം വേറെ ഒന്നും അവിടെ ഇല്ല. അവിടെ പലതരത്തിലുള്ള കല്ലുകൾ മാത്രമേ ഉള്ളൂ. ആ കല്ലുകൾ ചവിട്ടി അതൊന്നും കറക്റ്റായിട്ടുള്ള ഒരു ലെവലിലൊന്നല്ല. അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലൂടെ ഒരു യാത്രയാണ്. അത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് വരുന്ന സീനുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു കാട്ടുവഴി, കാട്ടുപാത. അങ്ങനെ നമ്മൾ നടന്നിട്ട് ദാ ഇവിടെ എത്തിയിട്ടോ. ഇതാണ് വാട്ടർഫോൾസ് ഉള്ള സ്ഥലം. ഇവിടെ 2 ചെറിയ ഷോപ്പുകളുണ്ട്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ വാട്ടർഫോൾസാണ്. അപ്പോൾ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈറ്റ് തന്നെയായിരുന്നു. നല്ല കുത്തനെ ഒഴുകുന്ന വെള്ളവും അതൊക്കെ നല്ല രസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ ഡ്രസ്സൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് അവിടെ തന്നെ പോയി അടിപൊളിയായിട്ട് ആർമാദിച്ച് കളിച്ച് ഉല്ലസിച്ചെന്ന് പറയാം. എല്ലാം അടിച്ചു പൊളിച്ചു എല്ലാവരും. പക്ഷെ അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളൊരു സൗകര്യമൊന്നും നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഉള്ളിൽ കാട് പോലത്തെ ഭാഗമാണ്. അവിടെയൊക്കെ പോയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ എന്തായാലും ഇട്ട ഡ്രസ്സ് തന്നെ പോവുക തന്നെ ചെയ്തത്. കാരണം എല്ലാവരും നനഞ്ഞ് കുളിച്ചു, കുറേ ആളുകൾ. പിന്നെ അത് മാത്രമല്ല, ആ നേരത്തെ ഞാൻ കാണിച്ച ആ വഴിയുടെ അവിടുന്ന് ഈ വാട്ടർഫോൾസിലേക്ക് വരണമെങ്കിൽ ആ വഴി കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു പാലമാണ്. അപ്പോൾ നമ്മുടെ കൂടെ പോയിരുന്ന ആളുകളൊക്കെയാണ് പരസ്പരം കൈ പിടിച്ച് ആ പാലം കടന്നിട്ട് വേണം ഈ വാട്ടർഫോൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ മെയിനായിട്ട് ഈ വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്നത്. ഈ 2 എണ്ണമാണ്. അത് കഴിഞ്ഞ് താഴേക്ക് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കുറച്ച് സീനുകൾ ചെറുതായിട്ട്. ഒരുപാട് ആളുകൾ നമ്മൾ പോയ സമയത്ത് ഇതുപോലെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ നമ്മുടെ ആൾക്കാരുടെ മാത്രമായിട്ടുള്ളൊരു ഫോട്ടോസൊന്നും അല്ല ഇതിലുണ്ടാവുക. ആരൊക്കെയോ അതിലൊക്കെ ഇടയിൽ ഇങ്ങനെ പെട്ടിട്ടുണ്ട്. നമ്മൾ ആ വെള്ളത്തിൻ്റെ സീനൊക്കെ എടുക്കുന്ന സമയത്ത് ബാക്കി ആരെങ്കിലുമൊക്കെ കുറേ പേര് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ആവേശമാണല്ലോ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാമെന്ന് പറയുമ്പോൾ. അപ്പം ഞാനിങ്ങനെ മൊത്തത്തിലൊന്ന് വീഡിയോ ഒന്ന് റൗണ്ട് ചെയ്യണം കേട്ടോ. അതിൻ്റെ ആ 4 ഭാഗം ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ തുടങ്ങി. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകെ 2 ചെറിയ കടകൾ മാത്രം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വെള്ളത്തിൻ്റെ ഒരു ആവശ്യം വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടാൻ വെള്ളം, സ്നാക്സ് അങ്ങനത്തെ മാത്രമുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. എല്ലാവരും ഇത് കാഴ്ച കാണാനായിട്ട് വന്നുകൊണ്ട് പിന്നെ വെള്ളത്തിൽ കളികളും അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, എവിടെ പോയാലും ഞങ്ങൾ പല പല വെറൈറ്റികളിലും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അതൊക്കെ തന്നെയായിരുന്നു. എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു എല്ലാവരും കേട്ടോ. അങ്ങനെയുള്ള കുറേ സീനുകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് കുറേ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു. എവിടെയൊക്കെ നിന്നിട്ട് എങ്ങനെയൊക്കെ. പിന്നെ എന്താ വെച്ചാൽ നല്ല വഴുക്കലുണ്ടായിരുന്നു പാറകളിലൊക്കെ. അതുകൊണ്ട് നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഒരു സഹായം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, ഒരാൾ പിടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ. കാരണം പെട്ടെന്ന് എന്തെങ്കിലും സ്ലിപ്പായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ വല്ലാതെ കുത്തൊഴുകി നമ്മൾ പോകുന്ന അങ്ങനത്തെ ഒരു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സേഫായി തന്നെ എല്ലാവരും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇതുവരെയുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി ബാക്കിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ മറക്കാതെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക.